ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ വൈഫൈയോ ഒന്നുമില്ല, നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ജോലി. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് ലാപ്ടോപ്പോ വൈഫൈയോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നാൽ മതി, നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇന്നിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ കമ്പനിയുടെ കീഴിലല്ല, ഫ്ലിപ്കാർട്ട് എന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കീഴിലാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി അപേക്ഷിക്കാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഓൺ ദി സ്പോട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് 10-12 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യനും ആൻസറും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ കാണാവുന്നതാണ്. നിങ്ങൾ അസസ്മെന്റ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ സെലക്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ തീർച്ചയായും ഉണ്ടായിരിക്കണം. ആ മൊബൈൽ ഫോണിന് കമ്പനി കുറച്ച് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണം. മിനിമം നിങ്ങളുടെ കയ്യിൽ ഒരു 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണെങ്കിലും വേണം. കാരണം ഇന്റർനെറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റിന്റെ സ്ലോ വരാതിരിക്കാൻ വേണ്ടി മിനിമം 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് വേണം. കൂടാതെ അവർ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നെറ്റിന്റെ ഇഷ്യൂ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി 4G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോൺ തന്നെ വേണം. ഇതിന്റെ കൂടെ നിങ്ങളുടെ ഫോണിന് 5000 mAh ബാറ്ററി ബാക്കപ്പ് വേണം. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആയിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. ജോലി സമയങ്ങളിൽ നിങ്ങളുടെ ഫോൺ ബാറ്ററി കുറവ് മൂലം സ്റ്റക്കായി പോവാതിരിക്കാനാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പറയുന്നത്. കൂടാതെ ട്രെയിനിങ് സമയത്ത് നിങ്ങളുടെ കയ്യിൽ 1 GB ഡാറ്റ വേണം. കാരണം 1 GB ഡാറ്റ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. കാരണം എല്ലാ കാൻഡിഡേറ്റും നമ്മൾ സ്ഥിരം റീചാർജ് ചെയ്യുന്ന 1-2 GB ഡെയിലി എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ കാണാറുണ്ട്. ഇവിടെ ഒരുപാട് ജോബ് പ്രൊഫൈൽ അവൈലബിൾ ആണ്, നമുക്കത് നോക്കാം. ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത് +2 ആണ്. മിനിമം +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫ്രഷർ ആയാലും എക്സ്പീരിയൻസ് ഉള്ള ആളായാലും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ 10 കഴിഞ്ഞ ശേഷം ITയോ അല്ലെങ്കിൽ പോളിയോ അങ്ങനെ +2 തതുല്യ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് 18 വയസ്സ് മുതൽ 57 വയസ്സിനുള്ള ഇടയിലുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ജോബ് എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണ്, നിങ്ങൾക്ക് അസസ്മെന്റ് ടെസ്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഫോണിൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫ്ലിപ്കാർട്ട് അക്കാഡമി എന്ന് സെർച്ച് ചെയ്യേണ്ടതാണ്. ഫ്ലിപ്കാർട്ട് അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട് കാണാവുന്നതാണ്. SCOA അക്കാഡമി എന്ന്. അത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫ്ലിപ്കാർട്ട് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കസ്റ്റമർ ഒരുപാട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതാണ്. 2-3 ദിവസത്തിനകം അവർ പ്രോഡക്റ്റ്സ് വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇത് ഒരു സെല്ലേഴ്സാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് 5-10 കമ്മീഷൻ ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ ഇപ്പോഴാകട്ടെ ഫ്ലിപ്കാർട്ട് ആയാലും മീഷോ ആയാലും ആമസോൺ ആയാലും അവർ ഡയറക്റ്റായിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. കാരണം ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽസിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇതിവർക്ക് സഹായിക്കും. ഇവരുടെ സപ്ലൈ ചെയിൻ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അക്കാഡമി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൾക്ക് ഹിയറിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് വെൽക്കം ടു ഫ്ലിപ്കാർട്ട് സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് അക്കാഡമി എന്ന് കാണാൻ പറ്റും. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ഇവിടെ കോഴ്സിൻ്റെ കോഴ്സ് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് നോക്കാം. ഇവർ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് ജോലി എങ്ങനെ ചെയ്യണം എന്നും ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും.
ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലുകൾ ധാരാളമാണ്. പ്രൊഫൈലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെലിവറി അസോസിയേറ്റിൻ്റെ പ്രൊഫൈലുണ്ട്, വെയർ ഹൗസിൻ്റെ പ്രൊഫൈലുണ്ട്, ഇ ഡാബിൻ്റെ പ്രൊഫൈലുണ്ട്. ഓക്കെ, ഹോൾസെയിൽ ഓപ്പറേഷൻ അസോസിയേറ്റീവിൻ്റെ പ്രൊഫൈലുണ്ട്. ഇവിടെ നിരവധി പ്രൊഫൈലുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് മറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ MOUയുടെയും ഇൻ്റർനാഷണൽ അഗ്രിഗേഷൻ MOയുടെയും കീഴിലാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് സാലറിയും ലഭിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അടുത്തത് താഴോട്ട് വരുമ്പോൾ ലേണിംഗ് ഔട്ട്കം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ കുറച്ച് എല്ലാ സെക്ഷനുകളിൽ നിന്നും പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ കുറച്ച് എല്ലാ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. സൂപ്പർവൈസർ, ഡാറ്റ എൻട്രി, പാക്കേജ് വർക്ക്, ഇതുപോലുള്ള ഒരുപാട് സെക്ഷനിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പിക്കറുണ്ട്, പുട്ടർ പാക്കറുണ്ട്, ക്വാളിറ്റി ചെക്കറുണ്ട്, ഡോക്ക് മാനേജർ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുണ്ട്, ഇഷ്യൂ റിസോൾവറുണ്ട്, ക്വാളിറ്റി ചെക്കറുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ഹബ് ഇൻചാർജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ടോപ്പിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഹോം എബൌട്ട് അസ് കോഴ്സസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് കടന്നു വരും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇതാണ് നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിൽ ട്രെയിനിങ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താഴെ വരുമ്പോൾ ഏത് തരത്തിലുള്ള കാൻഡിഡേറ്റാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് +2 ഇല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ +2 തതുല്യമായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. ഇതിൻ്റെ കൂടെ അവർ പറയുന്നത് നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക് ആൻഡ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഹൈഫൈ ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ പ്ലസ് ഗുഡ് ഇൻ്റർനെറ്റ് ഡാറ്റ കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോണിന് പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. 2 GB റാം വേണം, 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേണം, 1200x720 മെഗാപിക്സൽ ക്യാമറ വേണം, ബാറ്ററി 5000 mAh വേണം, ആൻഡ്രോയിഡ് ആയിരിക്കണം, 4G എബോ ആയിരിക്കണം, ഇൻ്റർനെറ്റ് സ്പീഡ് ഇത്രയും നിങ്ങൾക്കുണ്ടായിരിക്കണം, ഡെയിലി 1 GB പെർ ഡാറ്റ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു 10,000-ന് താഴെ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുകളിലേക്ക് പോയ ശേഷം മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്ട്രേഷൻ, ഹോം എബൌട്ട് കോഴ്സ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലിങ്ക് കൊടുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, ഡെലിവറി അസോസിയേറ്റ്, വെയർ ഹൗസ് രജിസ്ട്രേഷൻ, ഇ ഡാബ് രജിസ്ട്രേഷൻ, ഹോൾസെയിൽ രജിസ്ട്രേഷൻ, അങ്ങനെ പലതരം ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ വെയർ ഹൗസ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ ഓക്കുപ്പേഷൻ, മൊബൈൽ,
ഇതെല്ലാം നിങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഏത് സൗത്തിൽ നിന്നാണ് നമ്മൾ കേരളത്തിലായെന്നാണ് നമുക്ക് സൗത്താണ് വരുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എവിടെയാണ്, നിങ്ങളുടെ സബ് ഡിസ്ട്രിക്റ്റ് എവിടെയാണ്, നിങ്ങളുടെ വില്ലേജ് ഏതാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുക. അതിനുശേഷം നിങ്ങൾ ഐ ആം നോട്ട് റോബോട്ട് കൊടുത്ത ശേഷം ഒരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID യിലോട്ട് വരും. ആ OTP ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വർക്ക് ഫ്രം ഹോം ജോലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അവിടുത്തെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണെന്നും അവിടുത്തെ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവണം എങ്ങനെയെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് 12 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 12 ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യനും ആൻസറും എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കങ്ങനെ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവാവുന്നതാണ്. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്.